ഹായ് മക്കളെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡ്രഗ്സ് കൺട്രോളിൻ്റെ മൊഡ്യൂൾ 2 ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ബേസിക്കലി 10 മാർക്സിനാണ്. ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനോർഗാനിക് കെമിസ്ട്രി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മുടെ ഇനോർഗാനിക് ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 10 മാർക്ക് നമുക്ക് ഇനോർഗാനിക് ആയതുകൊണ്ട് തന്നെ എത്രയും എളുപ്പമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് മൊഡ്യൂൾ 1ൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, മുകളിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഓൾറൈറ്റ്, ആൻഡ് നമ്മൾ സെറ്റിൻ്റെയും അതേപോലെ സെറ്റിൻ്റെയും CSIRൻ്റെയും കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോങ് ടേം ബാച്ച് 2 എക്സാമും ഈ 2 എക്സാം ആണെങ്കിലും ഡിസംബർ ജനുവരിയിലായിരിക്കും നമ്മുടെ എക്സാംസ് വരിക. അപ്പോൾ 2 എക്സാംസിൻ്റെയും ലോങ് ടേം ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JRF CSIR ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഡിലേ ചെയ്യാൻ നിൽക്കേണ്ട. അതേപോലെ തന്നെ സെറ്റിൻ്റെതായാലും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2ൻ്റെ ഡിസ്കഷൻ ഒന്ന് നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇഫ് എ ഗ്യാസ് ഹാസ് എ വേപ്പർ ഡെൻസിറ്റി ഓഫ് 16 വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ദ ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? വേപ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ബൈ 2 എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ മോളിക്കുലാർ വെയിറ്റ് മോളിക്കുലാർ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വേപ്പർ ഡെൻസിറ്റി എത്രയാണ്? 16 ആണ്. 16 × 2 എത്രയാണ്? 32 ഉള്ളത് ആരാണ് മക്കളെ? ഓക്സിജൻ അല്ലേ? യെസ്, ഓക്സിജൻ എത്രയായിരിക്കും? 32 ഗ്രാം ആണല്ലേ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. മീഥൈൻ ആകുമ്പോൾ എന്തായിരിക്കും? 16 ഗ്രാം ആയിരിക്കും. SO2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 64 ഗ്രാം ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 44 ഗ്രാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. വേപ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ബൈ 2. എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേപ്പർ ഡെൻസിറ്റി തന്നിട്ട് നിങ്ങളോട് ഏതാണ് ഗ്യാസ് എന്ന് ചോദിക്കും. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ എന്താണ്? എ, ഓക്സിജൻ. ഇനി ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് എ ഹൈ സ്പിൻ D7 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഹൈ സ്പിൻ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഹൈ സ്പിൻ D7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ സ്പിൻ D7. അപ്പോൾ നമുക്കൊന്ന് സ്പ്ലിറ്റിംഗ് എനർജി ഒന്ന് ചെയ്ത് വരച്ച് നോക്കാം നമുക്ക്. സോ ദിസ് ഇസ് 1 2 3 4 5 6 ആൻഡ് ദെൻ 7. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? T2G, ദിസ് ഇസ് EG, അല്ലേ? സോ T2G 5 EG2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം, അല്ലേ? ആൻഡ് ഇത് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? CFSEയിൽ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലേ? യെസ്. അപ്പോൾ ഇതെത്രയാണ്? ദിസ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ -0.4 ΔO, അല്ലെങ്കിൽ നമ്മൾ പറയും -2/5 ΔO, അല്ലെങ്കിൽ -0.4 ΔO, അല്ലേ? ആൻഡ് ഇതെന്താണ്? ഇതെത്രയാണ്? പ്ലസ് 0.6 ΔO, അല്ലെങ്കിൽ 3/5 ΔO എന്നൊക്കെ നമ്മൾ എഴുതിയിരുന്നു, അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ പറയും CFSE എന്ന് പറയുന്നത് CFSE ഈസ് ഈക്വൽ ടു -0.4 ഇൻറ്റു എത്രയാണ്? എത്ര ഇലക്ട്രോൺസ് ആണ് ഇവിടെ T2Gയിലുള്ളത്? യെസ്, 5 ഇലക്ട്രോൺ ആണല്ലേ. ഇൻറ്റു 5 പ്ലസ് മുകളിൽ എത്രയാണ്? EGയിൽ 0.6 ഇൻറ്റു 2 ΔO, അല്ലേ? ΔO എന്ന് എഴുതാം. പ്ലസ് എന്തായിരിക്കും? പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി എത്രയാണ്? പെയറിംഗ് എനർജി എന്ന് പറയുന്നത് നോക്കിയാൽ മക്കളിതാ 1 2. അപ്പോൾ എന്തായിരിക്കും? 2 പെയറിംഗ് എനർജി. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? -0.4 ഇൻറ്റു 5 എത്ര ഇടും? -2 പ്ലസ് 1.2 ΔO പ്ലസ് പെയറിംഗ് എനർജി എത്രയാണ്? 2 അല്ലേ? 2 പെയറിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? പ്ലസ് 2p എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? -0.8 ΔO പ്ലസ് 2p, അല്ലേ? CFSE കണ്ടുപിടിക്കുന്നതും നമുക്ക് അറിയാം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സിമ്പിളായിട്ട് -0.8 ΔO പ്ലസ് 2p എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? യെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് വിത്ത് മോസ്റ്റ് ഇൻറ്റൻസ് കളർ എമംഗ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കോംപ്ലക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ മക്കളുടെ ഇൻറ്റൻസിറ്റി ഓഫ് കളർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും.
ഓക്കെ, അതേപോലെ ലപ്പോട്ടി അലൗഡ് ട്രാൻസിഷൻ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇൻറ്റൻസിറ്റി ഓഫ് കളർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. സോ ദിസ് വിൽ ബി ഓക്കെ. സ്പിൻ അലൗഡും അതേപോലെ ലപ്പോട്ടി അലൗഡും ആണെങ്കിൽ എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ഓഫ് കളർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ ലപ്പോട്ടി എന്ന് പറഞ്ഞാൽ? ലപ്പോട്ടി സെലക്ഷൻ റൂൾ. ഓക്കെ, സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ മക്കളെ ജെറാഡ് ടു ജെറാഡ്, അതായത് അതേപോലെ അൺജെറാഡ് ടു അൺജെറാഡ്, ഇതെന്തായിരിക്കും? ലപ്പോട്ടി ഫോർബിഡൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സെൻട്രോസിമെട്രിക് മോളിക്യൂൾ, സിമെട്രിക് മോളിക്യൂൾസിന് അല്ലെങ്കിൽ കോംപ്ലക്സുകൾക്ക് എന്തായിരിക്കും? സെൻട്രോസിമെട്രിക് കോംപ്ലക്സുകൾ എന്തായിരിക്കും? ബേസിക്കലി ലപ്പോട്ടി ഫോർബിഡൺ ആയിരിക്കും. ആരാണ് ഈ സെൻട്രോസിമെട്രി ഉള്ളത്? ഒക്ടാഹെഡ്രൽ അല്ലേ? ഒക്ടാഹെഡ്രൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ എന്തുണ്ടാകും? MA6 എന്നൊക്കെ പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സെൻറ്റർ ഓഫ് സിമെട്രി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ലപ്പോട്ടി ഫോർബിഡൺ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻവേർഷൻ സെൻറ്റർ ഇവിടെ പ്രസൻ്റ് ആയിരിക്കും അല്ലേ? ഇൻവേർഷൻ സെൻറ്റർ പ്രസൻ്റ് ആണെങ്കിൽ ലപ്പോട്ടി ഫോർബിഡൺ ആയിരിക്കും. അതേസമയം ടെട്രാഹെഡ്രൽ ആകുമ്പോൾ ദർ ഈസ് നോ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ഓക്കെ, സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? ലപ്പോട്ടി അലൗഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? FeF6 3- അല്ലേ? ഈ ഒരു കാര്യം യെസ്, FeF6 3- ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ FeF6 3- എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Fe3+. ഓക്കെ, Fe3+ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ, Fe3+ എന്ന് പറയുമ്പോൾ D5 കോൺഫിഗറേഷൻ ആണ് അല്ലേ? 1 2 3 4 and 5. അപ്പോൾ സ്പിൻ അലൗഡ് ആണോ? അല്ല, സ്പിൻ അലൗഡ് അല്ല. കാരണം എന്താ? ഇത് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? യെസ്, ഇതിൻ്റെ സ്പിൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം, ഓപ്പോസിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ സ്പിൻ അലൗഡ് അല്ല. ഓക്കെ, ആൻഡ് ഇതെന്താണ്? ഒക്ടാഹെഡ്രലാണ്, സെൻട്രോസിമെട്രിക് ആണ്. അപ്പോൾ എന്താണ്? ലപ്പോട്ടി ഫോർബിഡൺ ആണ്. ഓക്കെ, സ്പിൻ ഫോർബിഡൺ, അതേപോലെ ലപ്പോട്ടി ഫോർബിഡൺ. ഓക്കെ, രണ്ടും ഫോർബിഡൺ ആണെങ്കിൽ വീക്ക് കളർ. ഓക്കെ, ഇനി ഏതാണ്? MnCl4 2-. MnCl4 2- നോക്കാം നമുക്ക്. MnCl4 2-. അപ്പോൾ എന്താണ്? Mn2+ ആണ് അല്ലേ? Mn2+. അപ്പോൾ അഗെയിൻ ദിസ് ഇസ് വാട്ട് ഈസ് 1 2 3 4 5. ഓക്കെ, അഗെയിൻ ദിസ് ഇസ് സ്പിൻ ഫോർബിഡൺ ആണ്, പക്ഷേ ലപ്പോട്ടി അലൗഡ് ആണ്. എന്തുകൊണ്ടാണ് ലപ്പോട്ടി അലൗഡ്? കാരണം ടെട്രാഹെഡ്രലാണ്, നോ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ഓക്കെ, യെസ്, നോ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ഓക്കെ, പിന്നെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? COCl4 2- അല്ലേ? COCl4 2-. അതായത് CO2+. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? D7 കോൺഫിഗറേഷൻ ആയിരിക്കും. D7 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഈ ഇലക്ട്രോണിന് ഇവിടത്തേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പിന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വിച്ച് മീൻസ് ദിസ് ഇസ് സ്പിൻ അലൗഡ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ടെട്രാഹെഡ്രൽ, അതുകൊണ്ട് ലപ്പോട്ടി അലൗഡ് ആണ്, നോ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി COF6 3- ആണെങ്കിലോ? COF6 3- CO2+ ആണെങ്കിൽ സോ ദാറ്റ് ഈസ് D6 ഇൻ കോൺഫിഗറേഷൻ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ നോക്കിയേ. യെസ്, D6 ആകുമ്പോൾ ഓക്കെ, എഗെയിൻ ഇവിടെ എന്തായിരിക്കും? സ്പിൻ അലൗഡ് ആയിരിക്കും. സ്പിൻ അലൗഡ് ആണ്, പക്ഷേ ലപ്പോട്ടി ഫോർബിഡൺ ആണ്. കാരണം എന്താ? യെസ്, ഒക്ടാഹെഡ്രലാണ്, സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ടാകും അല്ലേ? സെൻറ്റർ ഓഫ് ഇൻവേർഷൻ പ്രസൻ്റ് ആണ്. വിച്ച് മീൻസ് സ്പിൻ അലൗഡും ലപ്പോട്ടി അലൗഡും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? മോസ്റ്റ് ഇൻറ്റൻസ് ആയിരിക്കും തന്നിരിക്കുന്ന കോംപ്ലക്സുകളിൽ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെട്രാഹെഡ്രൽ ആരാണെന്ന് നോക്കുക, എന്നിട്ട് ഇവിടെ സ്പിൻ അലൗഡും കൂടെ നോക്കുക. ഓക്കെ, ഇവിടെ എന്താണ്? സ്പിൻ ഫോർബിഡൺ ആണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി, COCl4 2- ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺഫിഗറേഷൻ വിൽ ഷോ ജോൺ-ടെല്ലർ ഡിസ്റ്റോഷൻ ഇൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ GTDയെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ GTD എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? യെസ്, അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG or T2G orbitals.
ഓക്കെ, EG or T2G ഓർബിറ്റൽസ്. പ്രിഡോമിനൻ്റ്ലി നമ്മൾ പറയും ഏതാണ്? യെസ്, EG ഓർബിറ്റലിൽ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ അത് ഷോ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ഹൈ സ്പിൻ D8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ സ്പിൻ D8 നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സിമെട്രിക്കൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഹിയർ ദർ ആർ നോ ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ. ഇനി ഹൈ സ്പിൻ D4 ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ സ്പിൻ D4 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1 2 3. ഓക്കെ, EGയിൽ. ഓക്കെ, EGയിൽ ഇവിടെ എന്തായി? യെസ്, T2G3 EG1 അല്ലേ? അപ്പോൾ ഈ ഒരു ഓർബിറ്റൽ എന്താണ്? യെസ്, സിമെട്രിക്കലി ഫിൽഡ് ആണോ? അല്ല. EG എന്താണ്? EG ഓർബിറ്റൽസ് ആർ അൺസിമെട്രിക്കലി ഫിൽഡ്. അതായത് ഒന്നിൽ ഒരു ഓർബിറ്റൽ എന്തുണ്ട്? യെസ്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തതിൽ ഇല്ല അല്ലേ? വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും? സ്ട്രോങ് ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ ആണ് അല്ലേ? സ്ട്രോങ് ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. D5 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? എല്ലാ ഓർബിറ്റൽസും എന്തായിരിക്കും? സിമെട്രിക്കൽ ഫിൽഡ് ആണ് അല്ലേ? EGയിൽ നോക്കി 1. യെസ്, ഓക്കെ, EGയിൽ 1 1 എന്നുള്ള രീതിയാണ്. അപ്പോൾ സിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് അല്ലേ? സിമെട്രിക്കൽ ആണ്. സോ ദർ ഇസ് നോ ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ. നൗ ഏതാണ്? D6, ലോ സ്പിൻ D6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? യെസ്, ലോ സ്പിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? D2Gയിൽ എന്താണ്? സിമെട്രിക്കൽ. ഓരോ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. വിച്ച് മീൻസ് ദിസ് ഇസ് ഓൾസോ സിമെട്രിക്കൽ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് നോ GTD. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, ഹൈ സ്പിൻ D4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓപ്ഷൻ ബി. റൈറ്റ്. JTD വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now, the true statement about CuH2O6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾ നോക്കിയേ, CuH2O6 എന്ന് പറയുമ്പോൾ ഓക്കെ, ബേസിക്കലി ഇത് Cu2 അല്ലേ? Cu2 ആണല്ലേ? Cu2 എന്ന് പറയുമ്പോൾ എന്താടാ? D9 കോൺഫിഗറേഷൻ ആണ്. D9 കോൺഫിഗറേഷൻ. അപ്പോൾ ഈ D9 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, വാട്ടർ എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. എന്നാലും നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 ആൻഡ് ദെൻ വോട്ട് 9. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ ഉണ്ടാവത്തില്ലേ? ഓക്കെ, ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ ഉണ്ടാവത്തില്ലേ? കാരണം എന്താണ്? EGയിൽ മക്കളെ എന്താണ്? അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഓഫ് electrons in EG orbitals. EG orbitals. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ ഇവിടെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ എന്തിനാണ്? ഓക്കെ, ഡിസ്റ്റോർഷൻ ആണെങ്കിൽ എന്തിനാണ് ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നത്? അത് പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? എന്തിനാണ് ജോൺ ടെല്ലാ ഡിസ്റ്റോർഷൻ? ഓക്കെ, ടു റിഡ്യൂസ് ദി എനർജി. ഈ കോൺഫിഗറേഷൻ്റെ എനർജി എന്താണ്? ഡിക്രീസ് ചെയ്യാൻ. അതായത് ബേസിക്കലി സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാനാണ്? ഇൻക്രീസ് ചെയ്യാൻ അല്ലേ? യെസ്. അപ്പോൾ CuH2O6 കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കൊരു പേജും കൂടെ എടുത്തിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് നോക്കിക്കോളൂ. Cu ഓക്കെ, ഇവിടെ ഓക്കെ H2 ഓക്കെ, ഒക്ടാഹെഡ്രൽ ആയിരുന്നെങ്കിൽ നോക്കിക്കോളെ. ഓക്കെ, ഒക്ടാഹെഡ്രൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയേനെ. ഓക്കെ, ആക്സിയലും ഇക്വറ്റോറിയലൊക്കെ എന്തായിരിക്കും? ബോണ്ട് ലെങ്ത് സെയിം ആയിട്ട് നമുക്ക് കിട്ടിയേനെ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ട് യെസ്, ഈ ആക്സിയൽ ബോൺസ് എന്താകും? യെസ്, ഈ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകും അല്ലേ? ഓക്കെ, സോ വിൽ ഹാവ് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് 2 ബോണ്ട് ലെങ്ത്, ഈ ആക്സിയൽ ബോണ്ട് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഓഫ് വോട്ട്? ബിക്കോസ് ഓഫ് ജോൺ ടെല്ലാർ ഡിസ്റ്റോർഷൻ. ഓക്കെ, അതായത് എക്സ്പാൻഷനാണ് സംഭവിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ എന്തായിരിക്കും? ഓൾ CuO ബോണ്ട് ലെങ്ത് ആർ ഈക്വൽ. ശരിയാണോ? തെറ്റാണ്. 1 CuO ബോണ്ട് ലെങ്ത് ഇസ് ഷോർട്ടർ ദാൻ ദ റിമൈനിങ് 5. തെറ്റാണ്. ഇവിടെ എന്താണ്? 3 CuO ബോണ്ട് ലെങ്ത് ആർ ഷോർട്ടർ ദാൻ ദി റിമൈനിങ് 3. അല്ല. 4 CuO ബോണ്ട് ലെങ്ത് ആർ ഷോർട്ടർ ദാൻ ദി റിമൈനിങ് 2.
അത് കറക്റ്റാണ് അല്ലേ. ഇവിടെ നോക്കി 4 ആളുകൾ എന്താണ് ഷോർട്ടറാണ് കമ്പയർഡ് ടു ദീസ് 2. ഓക്കെ, അപ്പോൾ എന്താ എഴുതാം? ഓപ്ഷൻ ഡി നമുക്ക് കറക്റ്റായിട്ട് എഴുതാം, 5D. ഇനി 6th one, the complexes PtCN42- and NiCl42- റെസ്പെക്റ്റീവ്ലി ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അല്ലേ. PtCN42-. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം CN എന്ന് പറയുന്നത് എന്താണ്? CN is actually CN- എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പെയറിംഗ് അപ്പ് നടക്കും. പെയറിംഗ് അപ്പ് ടേക്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പെയറിംഗ് അപ്പ് ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ? ഇവർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് അല്ലേ. ഈവൺ നമുക്ക് ഹൈബ്രിഡൈസേഷനൊക്കെ നമുക്ക് പറയാൻ പറ്റും DsP2 സ്ക്വയർ പ്ലാനാർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സ്ക്വയർ പ്ലാനാർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി NiCl42- എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? NiCl42- അല്ലേ. Cl എന്താണ്? Cl- ഇസ് ആക്ച്വലി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലേ. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? പെയറിംഗ് അപ്പ് ടേക്സ് പ്ലേസ് ചെയ്യുമോ? പെയറിംഗ് അപ്പ് ഡു നോട്ട് ടേക്സ് പ്ലേസ്. പെയറിംഗ് അപ്പ് ഡു നോട്ട് ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, പാരാമാഗ്നറ്റിക്. ഓക്കെ, sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ടെട്രാഹെഡ്രലിൻ ജോമെട്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റെസ്പെക്റ്റീവ്ലി എന്തായിരിക്കും? ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, given the crystal field stabilization energy. crystal field stabilization എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 7360 centimeter inverse. The calculated value of delta O in kJ/mol ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺവേർഷൻസ് ആണ്. ഓക്കെ, കൺവേർഷൻ എവിടെ നിന്ന് എവിടത്തേക്കാണ്? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ടു എവിടത്തേക്ക് കൺവേർട്ട് ചെയ്യണം? kJ/mol നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.0119 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് CO2+ ആണല്ലേ, കൊബാൾട്ട് 2+ ആണ്. സോ ദാറ്റ് ഇസ് D7 കോൺഫിഗറേഷൻ ആണ്. D7 കോൺഫിഗറേഷൻ്റെ CFSE നമുക്കൊന്ന് നോക്കാം. ഓഫ് കോഴ്സ് വാട്ടർ എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ D7 ആണല്ലേ. അപ്പോൾ 1 2 3 4 5 6 and 7 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ CFSE എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ദിസ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ വോട്ട്? -0.4 delta O ആൻഡ് ദിസ് ഇസ് +0.6 delta O. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? -0.4 ഇൻറ്റു എത്രയാണ്? 5 +0.6 ഇൻറ്റു 2 delta O എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? -2 + 1.2 delta O. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് വരും? 0.8 delta O എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, CFSE. ഇവിടെ പെയറിംഗ് എനർജിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത്തോളം നമ്മളതിനെ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് CFSEയുടെ വാല്യൂ അല്ലേ. എത്രയാണ്? 0.8 delta വാല്യൂ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 7360. ഓക്കെ, അപ്പോൾ 0.8 delta O is equal to എന്ത് വരും? 7360 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ O എന്ന് പറയുന്നത് എന്തായിരിക്കും? 7360 by 0.8. ഓക്കെ, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഈ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനെ എന്തിലേക്ക് മാറ്റണം? നമുക്ക് എന്തിലാണ് കൊടുത്തിരിക്കുന്നത്? ഡെൽറ്റ O ഇൻ kJ/mol ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ സിംപ്ലി ഓക്കെ ഇൻറ്റു 0.0196 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ യു വിൽ ഗെറ്റ് ദി ആൻസർ 110. ഓക്കെ, എത്രയാണ്? 110 110 kJ/mol എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ.
ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടൊന്നും തന്നിട്ടില്ല, എല്ലാം തന്നിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. CFSE കണ്ടുപിടിക്കുക. CFSE എത്രയായിരിക്കും? 0.8 ഡെൽറ്റ എന്ന് കിട്ടും. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 7,360 തന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ മാത്രമാണ് നമുക്ക് നോക്കി കാണാനുള്ളത്. അതെത്രയാണ്? യെസ്, 0.0196 ആണ്. ഓക്കെ, യെസ്, 0.01196. ഓക്കെ, യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, എ ഫിൽറ്റർ പേപ്പർ മോയിസൺ വിത്ത് കാഡ്മിയം അസറ്റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കണം, കാഡ്മിയം അസറ്റേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, എ ഫിൽറ്റർ പേപ്പർ മോയിസ്ഡ് വിത്ത് കാഡ്മിയം അസറ്റേറ്റ് സൊല്യൂഷൻ ടേൺസ് യെല്ലോ ഓൺ എക്സ്പോഷർ വിത്ത് H2S. ഓക്കെ, ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് ഇവരെ എക്സ്പോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? യെസ്, യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, യെല്ലോ. ഓക്കെ, വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക? CDS ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക അല്ലേ? കാഡ്മിയം സൾഫൈഡ് നമുക്കറിയാം യെല്ലോ കളറാണ്. ഓക്കെ, ദ ട്രാൻസിഷൻ റെസ്പോൺസിബിൾ ഫോർ ദ യെല്ലോ കളർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്, ഫോർ ദ യെല്ലോ കളർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ട്രാൻസിഷൻ റെസ്പോൺസിബിൾ ഫോർ ദ യെല്ലോ കളർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാഡ്മിയം സൾഫൈഡ് അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി അല്ലേ? ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫുൾഫിൽഡ് ആണല്ലേ? D10. ഈവൺ ഇപ്പോൾ CDS എന്ന് പറയുമ്പോഴും CD2+ അല്ലേ? CD2+ എന്ന് പറയുമ്പോഴും ഇവിടെ എന്ത് തന്നെയായിരിക്കും? D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. വിച്ച് മീൻസ് D10 എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും അല്ലേ? 1 2 3 4 5 6 7 8 9 10 അല്ലേ? അപ്പോൾ ഇവിടെ DD ട്രാൻസിഷൻ്റെ പോസിബിലിറ്റി ഉണ്ടോ? ദർ ഈസ് നോ DD ട്രാൻസിഷൻ. ഓക്കെ, നമ്മൾ ജനറലി പറയുക എന്തുകൊണ്ടാണ്? കളർ ഇസ് ഷോൺ ബിക്കോസ് ഓഫ് വോട്ട്? DD ട്രാൻസിഷൻ. അപ്പോൾ ഇവിടെ ഒരു DD ട്രാൻസിഷൻ്റെ പോസിബിലിറ്റി ഇല്ല. പിന്നെന്തായിരിക്കും ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? DD അല്ല. ഓക്കെ, ട്രാൻസിഷൻ റെസ്പോൺസിബിൾ ഫോർ ദി കളർ ഓഫ് യെല്ലോ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ സോറി, ഇത് വീണ്ടും റിപ്പീറ്റഡ് ആണല്ലേ? DD കൊടുത്തിട്ടുണ്ട്, അതേപോലെ MLCT കൊടുത്തിട്ടുണ്ട്, LMCT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? യെസ്, CDS എന്ന് പറയുമ്പോൾ S2- ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ കൊടുക്കുക അല്ലേ? അതായത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, LMCT ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ? LMCT. ഓക്കെ, വിച്ച് മീൻസ് എന്തായിരിക്കും? ഓപ്ഷൻ D ഈസ് ദി കറക്റ്റ് ആൻസർ. 8th one, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ അല്ലേ? യെസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ഫിഷർ ആൻഡ് ഷോ കാർബീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാർബീൻ്റെ സെഷനിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ? ഫിഷർ ആൻഡ് ഷോ കാർബീൻ. അപ്പോൾ ഫിഷർ എന്ന് പറയുന്നത് മക്കളെ സിംഗ്ലറ്റ് കാർബീനാണ്. ഇറ്റ്സ് സിംഗ്ലറ്റ് കാർബീൻ അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ ആസ് വെൽ. ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫിഷർ എന്ന് പറയുന്നത് സിംഗ്ലറ്റ് ആണ്, ഇലക്ട്രോഫിലിക് ആണ്. അപ്പോൾ ഷോ കാർബീൻ എന്ന് പറയുന്നത് എന്താണ്? ഷോ കാർബീൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഇസ് ട്രിപ്ലെറ്റ് ആൻഡ് വോട്ട്? ന്യൂക്ലിയോഫിലിക് ഇൻ നേച്ചർ. ന്യൂക്ലിയോഫിലിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ നോക്കി, ഫിഷർ കാർബീൻ ഇസ് ഇലക്ട്രോഫിലിക്. ഫിഷർ കാർബീൻ ഇലക്ട്രോഫിലിക് ആണോ? യെസ്. ഓക്കെ, ആൻഡ് പ്രിഡോമിനൻ്റ്ലി വോട്ട് സിംഗ്ലറ്റ്. അതേപോലെ ഷോ കാർബീൻ ഇസ് ന്യൂക്ലിയോഫിലിക് ആൻഡ് പ്രിഡോമിനൻ്റ്ലി വോട്ട്? യെസ്, സിംഗ്ലറ്റ് ആണ് അല്ലേ? സിംഗ്ലറ്റ് ആണോ? അല്ല. ഓക്കെ, ഷോ കാർബീൻ എന്താണ്? ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ അത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓക്കെ, യെസ്, ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? യെസ്. നോക്കാം, ഫിഷർ കാർബീൻ ഇസ് ഇലക്ട്രോഫിലിക് ആൻഡ് സിംഗ്ലറ്റ്. സോറി, ഇതുമല്ല അല്ലേ? അപ്പോൾ ഏതാണ്? ഓക്കെ, സോ വിൽ മേക്ക് ഇറ്റ് ദിസ് എസ് ട്രിപ്ലറ്റ്. വേറെ ഒരു ഓപ്ഷനും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റായിട്ട് വരുന്നത് ഫിഷർ കാർബീൻ ഇസ് ന്യൂക്ലിയോഫിലിക്. ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഫിഷർ കാർബീൻ ഇസ് ഇലക്ട്രോഫിലിക് ആൻഡ് വോട്ട്? ട്രിപ്ലറ്റ്. ഇതും തെറ്റാണ്. ഓക്കെ, ഇതും എന്താണ്? ഫിഷർ കാർബീൻ ട്രിപ്ലറ്റ് ആണോ? അല്ല. ഫിഷർ കാർബീൻ എന്താണ്? സിംഗ്ലറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും ആൻസർ. ഇവിടെ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താം. ഓക്കെ, is electrophilic and predominantly singlet. ഷോ കാർബീൻ എന്തായിരിക്കും? ന്യൂക്ലിയോഫിലിക് ആയിരിക്കും ആൻഡ് predominantly എന്തായിരിക്കും? യെസ്, ട്രിപ്ലറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ B is the correct answer. Okay, yes. Question number 10. The number of metal bond present in IR4CO12 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗാനോമെറ്റാലിക്സിൽ നിന്നല്ലേ? അപ്പോൾ മെറ്റൽ ബോണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മെറ്റൽ ബോണ്ട് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ. ഓക്കെ, 18 into n minus valence electron count by 2. Okay, what is n?
N represents the number of metal. The number of metals. Okay. Okay. അപ്പോൾ ഇറിഡിയം എത്ര എണ്ണമാണ്? 4 ആണ് അല്ലേ? യെസ്, ഇറിഡിയം 4 ആണ്. അപ്പോൾ 18 × 4 മൈനസ് വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാ IR4 ആണ് അല്ലേ? ഇറിഡിയം ഏത് ഗ്രൂപ്പിലാണ്? കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം. വിച്ച് മീൻസ് എന്താണടാ? യെസ്. ഓക്കെ, കൊബാൾട്ട് എന്ന് പറയുമ്പോൾ 4s2 3d7 ആണ്. 3d7. അപ്പോൾ എന്തായിരിക്കും? യെസ്, ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 9 ആയിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. അപ്പോൾ 9 × 4 പ്ലസ് എത്ര കാർബണയിലാണ്? യെസ്, 12 കാർബണയിൽ. 12 × 2. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 36 + 24. 36 + 24 എത്ര വരും? 60 എന്ന് വരും അല്ലേ? അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് എത്രയാണ്? 60/2. 18 × 4 72 അല്ലേ? 72 - 60 എത്രയാണ്? 12/2. എത്ര വരും? 6 എന്ന് സിംപ്ലി ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ സി. ഓക്കെ, ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ ചെയ്തിരിക്കുന്നത്? മെറ്റൽ ബോണ്ടാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. 18N - വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് /2. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കുക. 18 × നമ്പർ ഓഫ് മെറ്റൽ. സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, യെസ്. 10C. 11. Which one of the following statement about ferrocene is false എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്കെ, ഫെറോസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോണൊക്കെയാണല്ലേ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, യെസ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള ഫെറോസീനൊക്കെ മേ ബി നിങ്ങളോട് ചോദിച്ചേക്കാം. ഇത് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡുമാണ് അല്ലേ? എക്ലിപ്സും ഉണ്ടാകും, 2 കൺഫർമേഷനിൽ എക്ലിപ്സ്ഡും ഉണ്ടാകും, അതേപോലെ സ്റ്റാഗേർഡും ഉണ്ടാകും അല്ലേ? അപ്പോൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D5H ആണെന്നും, ഓക്കെ, സ്റ്റാഗേർഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? D5D ആണെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് ഫെറോസീൻ എന്താണ്? ഇറ്റ് ഒബേസ് 18 ഇലക്ട്രോൺ റൂൾ. ഡയാമാഗ്നറ്റിക് ആണ്, ഇതിൻ്റെ കളർ ഓറഞ്ച് സോളിഡ് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് റെസിസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തായിരിക്കും? ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും അസൈലേഷനും ഒക്കെ എന്താ ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ ഫെറോസിൻ അല്ലേ ഷോ ചെയ്യുന്നുണ്ട്. കാരണം ഇലക്ട്രോൺ റിച്ച് ആണ് അല്ലേ? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവർ ഈസിലി ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്ലിപ്സ്ഡ് ആണെങ്കിൽ D5H, സ്റ്റാഗേർഡ് ആണെങ്കിൽ എന്തായിരിക്കും? D5D. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. ദ വാല്യൂ ഓഫ് MC സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് MC, അതായത് മെറ്റൽ കാർബൺ ബോണ്ടിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πz √k/μ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഈ കേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് സ്ട്രെങ്ത്. സിംപ്ലി നമ്മൾ പറയും ബോണ്ട് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതിനെയാണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾ വാട്ട്? സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഞാൻ പറയും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ കെ ഓർ വാട്ട്? ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ. VCO6- അതേപോലെ CrCO6 MnCO6+ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ മെറ്റൽ കാർബണൈൽ ബോണ്ട് ഉണ്ട് അല്ലേ? മെറ്റൽ CO. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ മെറ്റൽ എന്ത് ചെയ്യും? ഈ COയുടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓക്കെ ഇവിടെ ഇലക്ട്രോണിന് എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാക്ക് ബോണ്ടിങ് അല്ലേ? വാട്ട് വി കോൾ ബാക്ക് ബോണ്ടിങ്, അല്ലെങ്കിൽ ദർ ഇസ് അനദർ നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സിനർജിക് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ബാക്ക് ബോണ്ടിങ് നടക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ആരുടെ ആൻറ്റി ബോണ്ടിക് മോളിക്കുലർ ഓർബിറ്റലാണ്? ഇവിടെ കുട്ടികൾ എപ്പോഴും കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്, ഇത് കാർബണിൻ്റെ ആൻറ്റി ബോണ്ടിക് മോളിക്കുലർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന്. അല്ല. ഓക്കെ, ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം
metal is donated to where? Metal is donated to the antibonding molecular orbital of carbonyl CO-യുടെ കാർബണൈലിൻ്റെ ആൻറ്റിബോണ്ടിക് മോളിക്കുലർ ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്, നോട്ട് കാർബൺ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി ഈ മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രെങ്ത് എന്താകും? ഇൻക്രീസ് ആകും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ബിക്കോസ് ഓഫ് ബാക്ക് ഡൊണേഷൻ, ബിക്കോസ് ഓഫ് ബാക്ക് ബോണ്ടിങ്, ഓക്കെ, എന്തായിരിക്കും? മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രെങ്ത് ആക്ച്വലി ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ടില്ല, ഇവിടെ കാർബണൈലും മെറ്റലും തമ്മിലുള്ളൊരു ബോണ്ടേ ഉള്ളൂ. അതേസമയം ബാക്ക് ബോണ്ടിങ് വഴി ഈ മെറ്റൽ ഈ കാർബണൈലിലേക്ക് വീണ്ടും ഒരു ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ മെറ്റൽ കാർബണിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും. അതേസമയം CO ബോണ്ട് സ്ട്രെങ്ത് എന്താകും? ഞാൻ പറയും ഡിക്രീസ് ചെയ്യുമെന്ന്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്? കാരണം ഇത് എവിടെയാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്? കാർബണൈലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ്. ഡൊണേറ്റ് ചെയ്തതെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് സ്വാഭാവികമായിട്ട് എന്താകും? ഡിക്രീസ് ചെയ്യും അല്ലേ? യെസ്, ബിക്കോസ് ഇലക്ട്രോൺ ഈസ് ഡൊണേറ്റഡ് ടു വോട്ട്? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, കാർബണൈലിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ബോണ്ട് ലെങ്ത് ഓഫ് CO എന്താകും? ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? കോൺസിക്വൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ വാല്യൂ ഓഫ് MC സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പേജും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ? യെസ്, അപ്പോൾ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ദ ഗ്രേറ്റർ ദി ബാക്ക് ബോണ്ടിങ് അല്ലേ? ദ ഗ്രേറ്റർ ദി ബാക്ക് ബോണ്ടിങ് MC ബോണ്ട് സ്ട്രെങ്ത് ആക്ച്വലി ഇൻക്രീസസ്. അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അല്ലേ? ഈ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്യും. MC ബോണ്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ് എന്നെനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ ഈ മെറ്റലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്? കാർബണൈലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ദ ഗ്രേറ്റർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ മെറ്റൽ എന്തായിരിക്കും? ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ദ ഗ്രേറ്റർ ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ മെറ്റൽ, ഗ്രേറ്റർ ദി ബാക്ക് ബോണ്ടിങ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ VCO6- അല്ലേ? VCO6- ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ? അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും? ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് ആയിരിക്കും അല്ലേ? യെസ്. ആൻഡ് അതേപോലെ CrCO6 ഞാൻ ഇവിടെ എഴുതാം. CrCO6 അതേപോലെ VCO6+. യെസ്, VCO6 V അല്ല Mn ആണല്ലേ, സോറി. അതേപോലെ MnCO6+. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും എടാ? യെസ്, ഇതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിരിക്കും, ഇവിടെ ഏറ്റവും എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താണ്? ലെസ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് ആണെങ്കിൽ MC ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിനാണ്. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ 1, 2, 3. ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ് ആണെങ്കിൽ ഇത്രയും പറഞ്ഞിരിക്കുന്നത് സമ്മറൈസ് ചെയ്യാം. ഗ്രേറ്റർ ബാക്ക് ബോണ്ടിങ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ കാർബണൈൽ ബോണ്ട് എന്താവും? ഇൻക്രീസ് ചെയ്യും അല്ലേ? യെസ്. അപ്പോൾ VCO6-, CrCO6, MnCO6+. ഓക്കെ, now 13. An efficient catalyst for hydrogenation of alkene is വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് നല്ലൊരു കാറ്റലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PPH3Cl. ഓക്കെ, PPH3Cl എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PPH3Cl. ഓക്കെ, പക്ഷേ ഇതേ ഒരു കാര്യം ഇവിടെ റോഡിയം മാറി ഇറിഡിയം വരികയാണെങ്കിൽ
ഈ റിയാക്ഷൻ കാറ്റലൈസ് ആവത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറയുകയാണ്, ഇവിടെ റോഡിയത്തിന് പകരം എന്ത് വന്നു, ഇറിഡിയം വന്നു എന്ന് വിചാരിക്കാം. അറച്ച് IR വന്നു, ബാക്കിയൊക്കെ എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് അല്ലേ നമ്മുടെ ഹൈഡ്രജനേഷന് നല്ലൊരു കാറ്റലിസ്റ്റ് അല്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളെ ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് ഹൈഡ്രജനേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ആളങ്ങ് പോകണം അല്ലേ. ഒരു ലിഗാൻഡ് പോയിട്ട് ലെറ്റ്സ് സേ ഇവിടെ നിന്ന് മൈനസ് ലിഗാൻഡ് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു വേക്കൻറ്റ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എന്തായിരിക്കണം, വേക്കൻറ്റ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ആര് വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ആൽക്കീന് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഇവിടെ എന്ത് വരും, ആൽക്കീൻ. അതായത് റോഡിയത്തിലേക്ക് ഇവിടെ എന്ത് വരും, ഒരു ആൽക്കീൻ ഇവിടെ വരും. ഈ ആൽക്കീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ലിഗാൻഡ് എന്ത് ചെയ്യത്തില്ല, വിട്ടു പോകത്തില്ല. ഓക്കെ, ഇങ്ങനെ വാക്കൻറ്റ് സൈറ്റ് ക്രിയേറ്റ് ചെയ്താലേ ഈ ആൽക്കീന് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. എന്നിട്ടാണ് നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറിഡിയം എന്ത് ചെയ്യും, PPH3 നമ്മുടെ ലിഗാൻഡുമായിട്ട് സ്ട്രോങ്ലി ബൗണ്ട് ആയിരിക്കും. ഇറ്റ്സ് ആക്ച്വലി സ്ട്രോങ്ലി ബൗണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. PPH3 ബൈൻഡ് സ്ട്രോങ്ങർ ടു IR ദാൻ ടു റോഡിയം. ഓക്കെ, എന്തായിരിക്കും, ഓക്കെ, ട്രൈഫീനൈൽ ഫോസ്ഫീൻ എന്തായിരിക്കും, ഇറിഡിയവുമായിട്ട് സ്ട്രോങ്ങർ ആയിട്ട് ബോണ്ട് ചെയ്യും കമ്പയർഡ് ടു നമ്മുടെ റോഡിയം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല, വേക്കൻറ്റ് സൈറ്റ് കിട്ടത്തില്ല. വേക്കൻറ്റ് സൈറ്റ് കിട്ടിയാൽ മാത്രമേ ആര് വരൂ, ആൽക്കീന് വരൂ. അങ്ങനെയാണെങ്കിലേ ഹൈഡ്രജനേഷൻ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണല്ലോ. 13A. Now 14. The catalyst and co-catalyst used in Wacker process. Wacker process is actually very important അല്ലേ. Wacker process എന്താണ് Wacker process? ഓക്കെ, എത്തിലീനെ അസെറ്റാൽഡിഹൈഡായി മാറ്റുന്ന അസെറ്റാൽഡിഹൈഡായി മാറ്റുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ് ആര്, നമ്മുടെ വെക്കർ പ്രോസസ്സ് എന്ന് പറയുന്നത്. മക്കളെ ഇവിടെ എടുക്കേണ്ട കാറ്റലിസ്റ്റും കോ കാറ്റലിസ്റ്റും. കാറ്റലിസ്റ്റ് എന്താണ്, PDCl2 ഓർ PD2+. ഓക്കെ, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ എഴുതുന്നതാണ് PDCl4 2-. ഇപ്പോഴും എന്താണ്, PD2+ തന്നെയാണ് അല്ലേ. ദിസ് ഇസ് ദി കാറ്റലിസ്റ്റ്. ആരാണ് കാറ്റലിസ്റ്റ്, PD2+. ഓക്കെ, PD2+ ഈസ് യുവർ കാറ്റലിസ്റ്റ്. ഓക്കെ, ഇനി കാറ്റലിസ്റ്റ്. ഓക്കെ, കോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ CuCl2 ആണ്. CuCl2. ഓക്കെ, കോ കാറ്റലിസ്റ്റ് ഇസ് CuCl2. എന്താണ് CuCl2 ചെയ്യുന്നത്, CuCl2 വാട്ട് CuCl2 ഡസ് ഇസ് PD0. അതായത് ഈ റിയാക്ഷൻ ഇങ്ങനെ പോകുമ്പോൾ ഈ PD2+ എന്തായിട്ട് മാറും, PD0 ആയിട്ട് മാറും. പലേഡിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. അപ്പോൾ ഈ PD0നെ PD2+ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ CuCl2. കാര്യം മനസ്സിലായോ. ഓക്കെ, അപ്പോൾ ഇവിടെ PD2+ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഈ PD2+ എന്താകും, PD0 ആയിട്ട് മാറും. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് PD2+ PD0 ആയിട്ട് മാറും, പലേഡിയം 0 ആയിട്ട് മാറും. ഈ പലേഡിയം 0നെ എന്ത് ചെയ്യും, ഈ കോ കാറ്റലിസ്റ്റ് PD2+ ആയിട്ട് മാറ്റും. അങ്ങനെ ഈ റിയാക്ഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും, ഓപ്ഷൻ ഡി, PDCl4 2- ആൻഡ് CuCl2. ഓക്കെ, നെക്സ്റ്റ് വൺ. In the transformation of oxyhemoglobin to deoxyhemoglobin എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുമായിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ, ബയോ ഇനോർഗാനിക്. അപ്പോൾ നോളജ് ബേസ്ഡ് ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിനും ഡിയോക്സി ഹീമോഗ്ലോബിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. നോക്കിക്കോളൂ, ഓക്സി ഹീമോഗ്ലോബിൻ ആകുമ്പോൾ ഇതെന്തായിരിക്കും, Fe2+ ആയിരിക്കും. അതായത് രണ്ടും D6 കോൺഫിഗറേഷനിൽ തന്നെ ആയിരിക്കും അല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതായത് പെയറിംഗ് അപ്പ് ഇവിടെ എന്തായിരിക്കും, ടേക്സ് പ്ലേസ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ദിസ് ഈസ് ആക്ച്വലി ലോ സ്പിൻ കോംപ്ലക്സ് അല്ലേ. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ടു ഡിയോക്സി ഹീമോഗ്ലോബിൻ Fe2+ ഇൻ ദ ലോ സ്പിൻ സ്റ്റേറ്റ് അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോ സ്പിൻ സ്റ്റേറ്റ് ആണ്. ലോ സ്പിൻ സ്റ്റേറ്റ് ചേഞ്ചസ് ടു Fe2+ ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ്, വിച്ച് മീൻസ് ഓപ്ഷൻ എ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിരിക്കും അല്ലേ. ഓപ്ഷൻ എ.
അതേപോലെ CFSE ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ D6ൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 2 3 4 5 ആൻഡ് ദെൻ വോട്ട് 6. ഓക്കെ, അപ്പോൾ ഈ 5 ക്യാൻസൽ ചെയ്തിട്ട് -0.4 ഡെൽറ്റ ആകും. സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. യെസ്, സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ പെയറിംഗ് അപ്പ് ലോ സ്പിൻ ആയിരിക്കും. അപ്പോൾ -0.4 × 6 -2.4 ഡെൽറ്റ U ആണെന്നും നമുക്ക് പറയാൻ പറ്റും അല്ലേ. യെസ്, ഇനി ദ ഓക്സിജൻ കോർഡിനേറ്റഡ് ടു ബയോ ഇനോർഗാനിക്കിൽ നിന്നാണ്, ഇനോർഗാനിക് കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഓക്സിജൻ കോർഡിനേറ്റഡ് ടു മെറ്റൽ അയോൺ സെൻറ്റർ ഇൻ ഓക്സിമയോഗ്ലോബിൻ. യെസ്, ഇതും നമുക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. ഓക്സിമയോഗ്ലോബിൻ ആൻഡ് ഓക്സി ഹീമോസയാനിൻ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്സി ഹീമോസയാനിൻ കോപ്പർ ആണല്ലേ. യെസ്, കോപ്പറിലാണെങ്കിൽ ഓക്സി ഹീമോസയാനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജൻ ഇങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹീമോസയാനിൽ O2 അല്ലേ, O2 എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാകുമ്പോൾ ഇതെന്തായിരിക്കും? പെറോക്സൈഡ് ലിങ്കേജ് ആണല്ലേ. യെസ്, പെറോക്സൈഡ് ലിങ്കേജ്. അതേസമയം നിങ്ങൾ നോക്കിയേ, ഇതെന്താണ്? നമ്മുടെ ഓക്സിമയോഗ്ലോബിനിൽ അല്ലേ. ഓക്സിമയോഗ്ലോബിനിൽ O2 എന്ന് പറയുമ്പോൾ എന്താടാ? സൂപ്പർ ഓക്സൈഡ്. ഇത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് ഓക്സിമയോഗ്ലോബിൻ ആണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു. യെസ്, അപ്പോൾ എന്താണ്? യെസ്, ഓക്സിമയോഗ്ലോബിനിൽ സൂപ്പർ ഓക്സൈഡായിട്ടും യെസ് ഹീമോസയാനിൽ പെറോക്സൈഡായിട്ടും ആയിരിക്കും നമ്മുടെ കണക്ടിവിറ്റി വരുന്നത് അല്ലേ. യെസ്, 16A. Now 17, the general formula of pyrosilicates. സിലിക്കേറ്റ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ഞാനൊന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അല്ലേ. ഇവിടെയാകുമ്പോൾ SiO4n അല്ലേ, ആരാണ്? ഓർത്തോസിലിക്കേറ്റ്സ്. അതേപോലെ പൈറോസിലിക്കേറ്റ് കണ്ടോ, Si2O7 6- എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും പഠിക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ചെയിൻ സിലിക്കേറ്റ് ചോദിക്കാം, SiO3n2n-. ഓക്കെ, അതേപോലെ ഷീറ്റ് സിലിക്കേറ്റ്, 3D സിലിക്കേറ്റ് ഒക്കെ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കാം. 3D സിലിക്കേറ്റ് ഒക്കെ ആകുമ്പോൾ SiO2n അല്ലേ. അപ്പോൾ ഇവിടെ ടേബിളിൽ സമ്മറൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എത്ര ഓക്സിജൻ ഷെയർ ചെയ്തിട്ടുണ്ട്, മെയിൻലി ചോദിക്കുന്നതാണ് ഓക്സിജൻ ഷെയറിങ്ങിൻ്റെ ചോദ്യങ്ങൾ. ഓക്കെ, 3D സിലിക്കേറ്റ്സിൽ എത്രയാണ്? 4. ഇത് മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, അതേപോലെ തന്നെ പൈറോസിലിക്കേറ്റിൽ 1. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ജനറൽ ഫോർമുലയാണ്. പൈറോസിലിക്കേറ്റിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് Si2O7 6- എന്ന് എഴുതാൻ പറ്റും അല്ലേ. യെസ്, ഇനി which of the following oxide is neutral എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് അല്ലേ. ഇവിടെ എന്താണ്? ദിസ് ഇസ് ആക്ച്വലി ന്യൂട്രൽ, neither acidic or basic. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ SiO, GeO, PbO, ലെഡ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? യെസ്, ദീസ് ആർ ആംഫോട്ടറിക് ഇൻ നേച്ചർ. ഇത് മേ ബി ചോദിച്ചേക്കാം. കുറച്ച് ഓക്സൈഡ്സ് തന്നിട്ട് ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതിലേതാണ് ആംഫോട്ടറിക് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കുക. SiO ജെർമേനിയത്തിൻ്റെയും ലെഡിൻ്റെ ഒക്കെ ഓക്സൈഡ് എന്താണ്? യെസ്, ആംഫോട്ടറിക് ആണ്. ഓക്കെ, now 19, B2H6 is electrophilic in nature. ഓക്കെ, അതാണ് അസേർഷൻ പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? ആക്ച്വലി B2H6 ഇലക്ട്രോഫിലിക് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, B2H6. അപ്പോൾ B2H6ൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ. ബനാന ബോണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യെസ്, ഓക്കെ, ദിസ് ഈസ് യുവർ ബനാന ബോണ്ട്. ഓക്കെ, this is your banana bond. Okay, yes, this is your banana bond. Okay, 3 center 2 electron bond എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെയുള്ളത് യെസ്. ഓക്കെ, ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 6 ഇലക്ട്രോൺസ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്തായിരിക്കും? ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ ആയിരിക്കും. ഓപ്ഷൻ എ, അസേർഷൻ എന്താണ്? കറക്റ്റാണ്. ഇനി റീസൺ എന്താ പറയുന്നത്? സ്റ്റിക്സ് കോഡ് ഫോർ B2H6 ഇസ് 2000 എന്നാണ് പറയുന്നത്. സ്റ്റിക്സ് കോഡ് അല്ലേ, സ്റ്റിക്സ് കോഡ് 2000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റിക്സ് കോഡ്? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് BHB ബോണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് BHB ബോണ്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നെ വരയ്ക്കാം അല്ലേ. B2H6. ഓക്കെ,
ഓക്കെ, സോ ദിസ് ഇസ് B2H6. നമ്പർ ഓഫ് BHB ബോണ്ട്, ഇതാ ഒരു BHB ബോണ്ട്, രണ്ടാമത്തെ BHB ബോണ്ട്. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? 2. T നമ്പർ ഓഫ് BBB ബോണ്ട് എത്രയാണ്? BBB ബോണ്ട് ഉണ്ടോ? ഇല്ല, 0. ഓക്കെ. Y നമ്പർ ഓഫ് BB ബോണ്ട് ഉണ്ടോ? ഡയറക്റ്റ് ബോണ്ട് ഉണ്ടോ? ഇല്ല, 0. ഓക്കെ. നമ്പർ ഓഫ് BH2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഒരു BH2, രണ്ടാമത്തെ BH2. ഓക്കെ. എക്സ് എന്താണ്? യെസ്, എക്സ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ. അപ്പോൾ സ്റ്റിക്സ് കോഡ് എത്രയാണ്? 2002 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും റീസൺ എന്താണ്? യെസ്, ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ദ ബോണ്ട് ഓർഡർ ഓഫ് MnO ഇൻ MnO4- ഈസ് അപ്രോക്സിമേറ്റ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ MnO4- സ്ട്രക്ചർ നിങ്ങൾ എഴുതുക. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് MnO4-. ഓക്കെ, അപ്പോൾ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ടോട്ടൽ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക? ഇതൊന്നും വരച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതാ MnO4- എത്രയാണ്? 4 എണ്ണം. ഓക്കെ, ഇപ്പോൾ ClO3- എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? 3 എണ്ണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് എത്രയാണ്? 2, 4, 6, 7. 7 ബൈ ടോട്ടൽ റെസനേറ്റിംഗ് സ്ട്രക്ചർ എത്രയാണ്? 4. 7 by 4 എത്ര വരും? യെസ്, 1.75. ഓക്കെ, 3, 1.75 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് യുവർ ഓപ്ഷൻ സി. ഓക്കെ, യെസ്. Now 21. MnO4- is of intense peak color though Mn+7 oxidation state. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. Mn+7 ആണല്ലേ, വിച്ച് മീൻസ് D0 ഇലക്ട്രോൺ ആണ്, വിച്ച് മീൻസ് ദർ ഈസ് നോ DD ട്രാൻസിഷൻ. D ഇലക്ട്രോൺ ഇല്ലെങ്കിൽ പിന്നെ എന്താ DD ട്രാൻസിഷൻ അല്ലേ? എന്നിട്ടും ഇവർ കളർ കാണിക്കുന്നു പർപ്പിൾ പിങ്ക് അല്ലേ? MnO4- കളർ എന്ന് പറയുന്നത് എന്താണ്? പർപ്പിൾ പിങ്ക് ആണ്. പർപ്പിൾ പിങ്ക്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ചാർജ് ട്രാൻസ്ഫർ. എന്ത് ചാർജ് ട്രാൻസ്ഫർ? ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടേക്ക്? യെസ്, മാംഗനീസിലേക്ക്, വിച്ച് മീൻസ് LMCT. ചാർജ് ട്രാൻസ്ഫർ വെൻ ഓക്സിജൻ ഗിവ്സ് ഇറ്റ് ഇലക്ട്രോൺ ടു യുവർ മെറ്റൽ. ഓക്കെ, മെറ്റൽ ഏതാണ്? Mn. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ദ കറക്റ്റ് റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹൈഡ്രജൻ സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അറ്റോമിക് ഹൈഡ്രജൻ ആയിരിക്കും മക്കളെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി, ദെൻ നെയ്സൻ്റ് ഹൈഡ്രജൻ, ദെൻ അഡ്സോർബ്ഡ് ഹൈഡ്രജൻ. ഓക്കെ, നെയ്സൻ്റ് അല്ലെങ്കിൽ ന്യൂ ബോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അറ്റോമിക് ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി, ദെൻ നെയ്സൻ്റ്, ദെൻ അഡ്സോർബ്ഡ്. ഓക്കെ, ഓപ്ഷൻ ബി. 23. ദ മെയിൻ റിയാക്ഷൻ ഇൻ ദി കാത്തോഡ് ഇൻ ദി കാസ്നോ-കെൽനർ സെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തോഡിൽ എന്ത് റിയാക്ഷനാണ് മക്കളെ നടക്കുന്നത്? ഇതാ Na+ അല്ലേ? യെസ്, മെർക്കുറിയുമായി റിയാക്ട് ചെയ്തിട്ട് സോഡിയം അമാൽഗം ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കാത്തോഡിലുള്ള റിയാക്ഷൻ. ആനോഡിലാണെങ്കിലോ, യെസ്, ആനോഡിൽ സ്വാഭാവികമായിട്ടും ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2Cl- Cl2 ആയിട്ട് മാറുന്നു, ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിമ്പിളാണ്, കാത്തോഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി. ഓക്കെ, യെസ്. Now next one. In photosynthesis, the predominant metal present in the reaction center of photosystem 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. photosystem 2ൽ എന്താണ്? മാംഗനീസ് അല്ലേ? ഫോട്ടോസിസ്റ്റം 1ൽ എന്താണ്? അയൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോട്ടോസിസ്റ്റം 2ലാണ്, വിച്ച് ഇസ് മാംഗനീസ്. Now final one. When XO2 okay is fused with alkali metal hydroxide, let's say KOH, okay, in presence of an oxidizing agent KNO3, okay, in presence of KNO3 which is acting as an oxidizing agent, a dark green product is formed. ഓക്കെ, ഡാർക്ക് ഗ്രീൻ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? ലെറ്റ്സ് കോൾ ദിസ് Y. ഓക്കെ, which disproportionate
ഇൻ അസിഡിക് സൊല്യൂഷൻ ടു അഫോർഡ് എ ഡാർക്ക് പർപ്പിൾ സൊല്യൂഷൻ. പർപ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? നമുക്കറിയാം ദാറ്റ് വിൽ ബി KMnO4 അല്ലേ, പൊട്ടാഷ്യം പെർ മാങ്കനേറ്റ് പ്ലസ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുമ്പോൾ MnO2 പ്ലസ് H2O. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പർപ്പിൾ ആകുമ്പോൾ ഇതെന്തായിരിക്കും? ഇത് പെർമാങ്കനേറ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും ഇവിടെ? ദിസ് വിൽ ബി മാങ്കനേറ്റ് K2MnO4. ഓക്കെ, ദിസ് വിൽ ബി മാങ്കനേറ്റ്. സോ K2MnO4 ഡാർക്ക് ഗ്രീൻ. സോ സ്വാഭാവികമായിട്ടും എക്സ് എന്തായിരിക്കും ഇവിടെ? എക്സ് വിൽ ബി മാങ്കനേറ്റ്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 3 നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.